जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചതാണ്. അത് സിദ്ധാന്തദാസ് ഒരുപാട് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരുടെ മെമ്മറീസ് എടുത്തിട്ട് അതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത ഒരു ബുക്കാണ്. 3 വോളിയം ബുക്കാണ്. അതിൽ ഒരു വോളിയത്തിൽ വായിച്ചാണ്. അതിൽ ഹരിശൗരി പ്രഭു സംസാരിക്കുന്നതാണ്. ഹരിശൗരി പ്രഭു ഒരു വട്ടം ശ്രീല പ്രഭുപാദിനോടൊപ്പം ഇരുന്നപ്പോൾ ഉള്ള ഒരു സന്ദർഭമാണ് അത് പറയുന്നത്. അപ്പം മായാവാദത്തിനെ കുറിച്ച് അറിയാം. മായാവാദം എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വരനാണ്, എനിക്കും ഈശ്വരനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാനും ഈശ്വരനും തമ്മിലൊരു വ്യത്യാസവുമില്ല, ഞാൻ മുക്തിക്ക് ശേഷം ഈശ്വരനായി തീരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആയിട്ടുള്ള ഒരു തത്വമാണ് മായാവാദം. അപ്പം ഒരു ലേഡി വന്നു പ്രഭുപാദിനെ കാണാനായിട്ട്. ആ ലേഡി വന്നിട്ട് പ്രഭുപാദിന്റെ അടുത്തിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊരു മായാവാദ ഗുരുവിന്റെ ശിഷ്യയാണ് ഈ ലേഡി. അപ്പം പ്രഭുപാദ് ഭഗവാനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ ലേഡി ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഗുരുവുണ്ട്, പക്ഷെ അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ഭഗവത്ഗീത പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ പറയുകയാണ്, മായാവാദികൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അല്ലെങ്കിൽ അന്ധകാരമാണ്. അപ്പം കൃഷ്ണൻ അപ്പം കൃഷ്ണ എന്നുള്ള എൻ്റെ അർത്ഥം, അന്ധകാരത്തിന്റെ മറ്റൊരർത്ഥം എന്ന് വെച്ചാൽ അറിയാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് അന്ധകാരത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതേപോലെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് കൃഷ്ണൻ എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പരമസത്യം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് ആ ലേഡിയോടെ ശ്രീല പ്രഭുപാദിനോട് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് ഉടനെ അതിന് ഉത്തരം ഇങ്ങനെയാണ് കൊടുത്തത്. പ്രഭുപാദ് പറഞ്ഞു, ഇപ്പം കൃഷ്ണൻ അന്ധകാരമാണ് എന്ന് നീ പറയുന്നെങ്കിൽ ശരി. അപ്പം കൃഷ്ണൻ അന്ധകാരമാണെങ്കിൽ കൃഷ്ണനെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ ഗുരു ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യങ്ങൾ എഴുതുന്നത് എന്നിങ്ങനെ തിരിച്ചു ചോദിച്ചു. ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതിനെന്തിനാണ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്? നമുക്ക് കൃഷ്ണനെയോ കൃഷ്ണന്റെ വാക്കുകളെയോ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, പിന്നെന്തിനാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതെന്നിങ്ങനെ തിരിച്ചു ചോദിച്ചു. അപ്പം പിന്നെ ആ ലേഡിക്കൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പം അതില് ശ്രീല പ്രഭുപാദ് ആ ഒരു മൂഡ് ഹരിശൗരി പ്രഭു പറഞ്ഞു തരുന്നുണ്ട്. പല കോൺവെർസേഷനിലും പ്രഭുപാദ് പുതിയൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരുമല്ല ചെയ്യുന്നത്. ഒരു വ്യക്തി ഒരു തെറ്റായ ഒരു തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ആ തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ തത്വത്തിനെ ഉപയോഗിച്ച് തന്നെ ആ തത്വത്തെ തോൽപ്പിക്കുകയാണ് ശ്രീല പ്രഭുപാദ് ചെയ്യുന്നത്. കൃഷ്ണൻ അന്ധകാരമാണെങ്കിൽ കൃഷ്ണനെ കുറിച്ച് അറിയാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം മായാവാദ ഗുരുക്കന്മാര് കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾക്ക് അവരർത്ഥം കൊടുക്കുന്നു? കൃഷ്ണനെ അറിയാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം വാക്കുകൾക്ക് അവര് ഭാഷ്യം രചിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തത്വം തന്നെ തെറ്റാണ്. കൃഷ്ണനെ അറിയാൻ പറ്റില്ല, അപ്പൊ പിന്നെ എങ്ങനെയാണ് അവര് കൃഷ്ണനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നത്? അപ്പൊ അവരുടെ വാക്ക് തന്നെ തെറ്റാണ് എന്ന് വരും. അപ്പൊ ഇതേപോലെയാണ് ശ്രീല പ്രഭുപാദ് ഓരോ ആർഗ്യുമെന്റിനും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്നത് എന്ന് ഹരിശൗരി പ്രഭു അതിൽ പറഞ്ഞു തരുന്നു.